കഴിഞ്ഞ ദിവസം ഇടുക്കി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നും കൊക്കയിലേക്ക് വീണ് ഒരു യുവാവിന് അപകടം പറ്റിയിരുന്നു. അപകടത്തിന് പിന്നാലെ കൃത്യസമയത്ത് അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് അത്യാഹിതങ്ങൾ സംഭവിക്കാതെ യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. വണ്ണപ്പുറത്തിന് സമീപം കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ചാണ് കൊക്കയിലേക്ക് വീണ് ചീങ്കൽ സിറ്റി സ്വദേശിയായ സാംസൺ ജോർജ് എന്ന യുവാവിന് മരണത്തെ മുഖാമുഖം കാണേണ്ടി വന്നത്. ശനിയാഴ്ച പുലർച്ചെ 3:15 സംഭവം നടന്നത്. അർദ്ധരാത്രിയോടെ വണ്ണപ്പുറം സ്വദേശികളായ 3 യുവാക്കളാണ് കോട്ടപ്പാറയിലെത്തിയത്. അവിടെ വെച്ചാണ് കാല് തെന്നി സാംസൺ ജോർജ് വലിയ കൊക്കയിലേക്ക് വീണത്. കൊക്കയിലേക്ക് വീണെങ്കിലും ഏകദേശം 70 അടി താഴ്ചയിൽ പാറയും പുല്ലും നിറഞ്ഞ ഭാഗത്ത് തങ്ങി നിൽക്കുകയായിരുന്നു. പിന്നാലെ കൂടെ ഉണ്ടായിരുന്നവർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയും ചെയ്തു. അവിടെ നിന്ന് വിവരം കാളിയാർ പോലീസിനെ അറിയിക്കുകയും അവർ സഹായത്തിനായി തൊടുപുഴ അഗ്നിരക്ഷാസേനയെ വിളിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ 2 യൂണിറ്റ് സേന സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നാലെ സേനയുടെ പ്രാഥമികമായ തിരച്ചിലിൽ യുവാവിനെ കണ്ടെത്തി. ഏകദേശം 1 കിലോമീറ്ററോളം ചെങ്കുത്തായ അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് ദൗത്യസംഘം യുവാവിന്റെ അടുത്ത് നടന്നെത്തിയത്. കാലൊന്ന് തെന്നിയാൽ ഏതു നിമിഷവും അഗാധമായ കൊക്കയിലേക്ക് പതിക്കാവുന്ന വഴിയിലൂടെ യുവാവിനെ കരക്കെത്തിക്കാൻ പ്രയാസമായിരുന്നു. അതിനാൽ തന്നെ സേനാംഗങ്ങൾ സേഫ്റ്റി ഹാർനസും റോപ്പും ധരിച്ച് കീഴ്ക്കാം തൂക്കായ പാറയിലൂടെ താഴേക്ക് ഇറങ്ങുകയും തുടർന്ന് താഴെയുണ്ടായിരുന്ന മറ്റ് സേനാംഗങ്ങൾ അദ്ദേഹത്തെ റെസ്ക്യൂ നെറ്റിൽ കയറ്റുകയും ചെയ്തു. അതിനുശേഷം ഓരോ ചുവടും ശ്രദ്ധാപൂർവം എടുത്ത് മറ്റ് സേനാംഗങ്ങളുടെയും പോലീസുകാരുടെയും സഹായത്തോടെയാണ് അതിസാഹസികമായി യുവാവിനെ കരക്കെത്തിച്ചത്. അവിടെ നിന്നും വീണ്ടും ഏകദേശം 1 കിലോമീറ്റർ ചുമന്ന് പരിക്കേറ്റയാളെ താഴെ എത്തിച്ച് സേനാംഗങ്ങളുടെ സഹായത്തോടെയാണ് തൊടുപുഴയിലെ സെന്റ് മേരീസ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും അധികൃതരുടെ കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അഗാധമായ കൊക്കയിലേക്ക് വീണെങ്കിലും യുവാവിന് വീഴ്ചയിൽ ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിരുന്നില്ല.